ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് കുറച്ച് നെല്ലിക്ക അച്ചാറിടാൻ പോവാണേ. ഇത്രയും നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു 300 ഗ്രാം നെല്ലിക്ക ഉണ്ട്. ഇത് നമുക്കൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നെല്ലിക്ക അതിനകത്തൊന്ന് പറക്കിയിട്ട് കൊടുക്കാം. എല്ലാ നെല്ലിക്ക നമ്മൾ ഇതുപോലെ ഒന്ന് ഇഡലി പാത്രത്തിൽ പറക്കിയിട്ടിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. നെല്ലിക്ക എല്ലാം ഒന്ന് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ഇതിൻ്റെ പച്ച നിറമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ ചൂടൊന്ന് പോവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കൂട്ടം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നെല്ലിക്കയെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം. നെല്ലിക്കയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ചീഞ്ചട്ടിയിൽ വെള്ളമെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 2-3 സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാൻ ഗോൾഡ് വിന്നറാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 വറ്റൽമുളകും കൂടി. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്രൗൺ കളറാവട്ടെ. നല്ലതുപോലെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫാക്കാം. അതിന് വേണ്ടി ഞാൻ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് മിക്സാക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ്. 2-3 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഞാനിവിടെ 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ. ആ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുകളെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഓണാക്കി സിമ്മിലിട്ടേക്കാം. പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് പരുവത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ആവശ്യത്തിന് ഉപ്പ് പൊടിയും കായപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫാക്കാം. നമ്മൾ അച്ചാറിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. കുറേ നാളിരുന്നോളും, കേടാവത്തില്ല. വെള്ളമൊന്നും ചേർത്തതല്ല, കൂടുതൽ എണ്ണയും ചേർത്തിട്ടില്ല. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം പരുവത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേറൊരു കുപ്പിയിലോട്ടിട്ട് സൂക്ഷിക്കാം. ആവശ്യത്തിന് കഴിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്തേക്കണേ. താങ്ക് യു. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ.